വയനാട് കുന്നംപറ്റയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വീടുകൾക്കായി കോൺഗ്രസ് കൊട്ടിഘോഷിച്ച് നടത്തിയ തറക്കല്ലിടൽ മഹാമഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഏറെയായി. എന്നാൽ വീടുകൾക്കായി ഏറ്റെടുത്ത ഭൂമിയിലിട്ട കല്ലുകൾക്ക് ഇനിയും അനക്കം വെച്ചിട്ടില്ല. കാണാം കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. മോക്ഷം കാത്ത് കല്ലുകൾ. വയനാടിന് രാഹുൽ ഗാന്ധിയുടെ കരുതലായ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. താമസിയാതെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ ജോലികളുമായി മുന്നോട്ട് പോകും. ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള അവകാശവാദമൊന്നുമല്ല, മറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസും UDFും രാഹുൽ ഗാന്ധിയും നൽകുന്ന ആ മാനസികമായ ഉറപ്പിൻ്റെ സ്ഥിരീകരണമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റ ഏകാന്തതയുടെ അപാരതീരം പോലെ നീണ്ടുകിടക്കുന്ന കോൺഗ്രസ് ഭൂമി. ഇവിടെ 100 വീടുകൾ പണിയുമെന്നതാണ് വാഗ്ദാനം. അതിന് നിർമ്മാണത്തിന് വേണ്ടി മണ്ണനക്കിയോ എന്ന ചോദ്യവുമുണ്ട്. ഒന്ന്, രണ്ട്, 3. പക്ഷെ തറക്കല്ല് മാത്രം കാണുന്നില്ല. എന്തായാലും എന്താ കല്ലിട്ടില്ലേ? ഞങ്ങൾ തറക്കല്ലല്ലേ ഇടുന്നത്, ഞങ്ങൾ വീടും കൊടുത്തില്ലല്ലോ. ഞങ്ങൾ തറക്കല്ലല്ലേ തറക്കല്ലിടുന്നു. തറക്കല്ലിട്ട് ഒരാഴ്ച കഴിഞ്ഞ കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. കാരണം എല്ലാ സ്ഥലത്തും തറക്കല്ലിട്ട് പോകുക എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ തീരുമാനം. പിന്നീട് അതിന്റെ മുകളിൽ കാട് പിടിച്ച് പോകുക എന്നുള്ളത് വയനാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഇനി മാറ്റം വരില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. വയനാട്ടിൽ ടൗൺഷിപ്പുകൾ പണിതുയർത്തുന്നതിൽ പിന്നിലാണ് കോൺഗ്രസ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് വാക്കുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് പണിതുയർത്തിയ ഭവനങ്ങൾ മത്സരബുദ്ധിയോടെയാണ് കോൺഗ്രസ് കാണുന്നതെന്ന് വയനാട് MP മുമ്പ് പറഞ്ഞിരുന്നു. IUML has also, I think today is their function, has also built. So it's a collective effort, and I would commend everybody, all political parties, government, everybody for making this effort and for making all this possible. പ്രിയങ്ക ഗാന്ധി ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് രാഷ്ട്രീയ ആരോപണം. പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാർ ലീഗിനെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് അറിയാമായിരുന്നു ഇത് കോൺഗ്രസ്സുകാർ വൈകിപ്പിക്കും, അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ വേദിയിൽ വെച്ച് അത് ഉൾക്കൊണ്ടിട്ട് പോലും കോൺഗ്രസ്സുകാർ ഇത് തുടങ്ങാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. സർക്കാർ പട്ടികയിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ട നിരവധി പേർ പ്രതീക്ഷയോടെ ഇന്നും ഈ ഭൂമിയിൽ കോൺഗ്രസിന്റെ ചലനങ്ങൾക്കായി കാത്തിരിക്കുന്നു. എല്ലാവരും ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വരുന്ന തന്നെ ഇപ്പോൾ എല്ലാവരും പല ഭാഗത്തുള്ളവരും അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഈ വാർത്തയിൽ മാധ്യമങ്ങൾ കൂടെ കേൾക്കണത് മാത്രമേ കേട്ടിട്ടുള്ളൂ. കാരണം ഒന്നും ആയിട്ടില്ല. അവർ പഞ്ചായത്തിലൊക്കെ പോയി അതിൻ്റെ രേഖ നോക്കി അവിടെ വീട് കെട്ടാനുള്ള എന്തെങ്കിലും പരിപാടി കൊടുത്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിലൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ അവർ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരാ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞങ്ങൾ സാങ്കേതിക ചില ബുദ്ധിമുട്ട് കൊണ്ട് സർക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തറക്കല്ലിട്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ നേരം വരെ അതിനെക്കുറിച്ചൊരു കാര്യങ്ങളൊന്നും ഇതുവരെ ആരും പറയുന്നത് കേട്ടില്ല. ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഭവന പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ 100 നാക്കുണ്ടായിരുന്നവർക്കൊക്കെ ഇപ്പോൾ മിണ്ടാട്ടവുമില്ല, ഉരിയാട്ടവുമില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, വിശദീകരണം അങ്ങ് KPCC തരും. എന്തായാലും പൊതുജനം കഴുതയല്ലോ സാർ. ക്യാമറമാൻ മനു ദാമോദരനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാന സർക്കാരിൻ്റെ ടൗൺഷിപ്പായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വീടുകളായി, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ ഓഫ് കേരളയുടെ വീടുകളായി, നിരവധി സന്നദ്ധ സംഘടനകൾ വാഗ്ദാനം ചെയ്ത വീടുകളുമായി. പക്ഷേ കോൺഗ്രസിൻ്റെ വീടുകൾ ഇപ്പോഴും അവിടെ അന്നിട്ടുപോയ ശിലയിൽ മാത്രം ഒതുങ്ങുകയാണ്. ഇതുവരെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലമാണ്. കോൺഗ്രസ് നേതാക്കൾ വെട്ടിലാകാതെ ഈ നിലയിലുള്ള അവരുടെ ഈ പ്രവർത്തനം, അത് നടപ്പാക്കുമെന്ന് പറഞ്ഞ പ്രവർത്തനം അത് പൂർത്തീകരിക്കുക എന്നതാണ് നേതാക്കൾ ചെയ്യേണ്ട മാതൃക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.